സമൂഹത്തിന് വിട്ടുതരുന്നു. അതായത് അയാളെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഒരാള് മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എൻ്റെ വേഷത്തിന്റെ പേര്? സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. ഈ മാന്യ അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. അവരൊക്കെ പാവങ്ങളാമേ, അതുകൊണ്ട് എളുപ്പത്തിൽ അവരെ വിഡ്ഢികളാക്കാൻ കഴിയും. ലോകം മൊത്തം പറഞ്ഞു ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു. എന്നിട്ട് പോയി വ്യക്തി ഇന്നില്ല. അപ്പൊ ന്യൂസിലടക്കം വന്നു ഈ വ്യക്തി ഇന്നില്ല, ഈ വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത്. പോയിട്ട് മണിക്കൂറുകളായി. അയ്യവാവും മനുഷ്യനാണ് എന്റെ രാമുവിന്റെ ജീവിതം ഇവള് തൊലച്ചു. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. അവനൊരു പാവ. പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്ത് നിന്ന് വരൂല. ഒരു കടം ബാക്കി വെച്ചിട്ടാ നീ പോണേ. അറിയാം അയാൾക്ക് താങ്ങാൻ പറ്റില്ല. കാര്യം അത്രക്ക് മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനല്ല. എല്ലാവരുടെയും മുമ്പില് നമ്മളല്ലാതെ മാറൂല. ഞാനതിന് പുറപ്പെടുകയാണ്. അതിന് നീ പോണോ? നീ പോണോടാ. തന്തയില്ലായ്മയല്ലേ നിങ്ങൾ കാണിച്ചത്? നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു ആണിനെ എറിഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കാൻ പറയാൻ വേറെ ആരും വരില്ല എന്നുള്ള ധൈര്യമല്ലേ നിങ്ങൾ കാണിച്ചത്? ഇതൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത്?